ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദർശ് നയനയുടെ ക്യാബിനിലേക്ക് കയറി വന്നിട്ട് പറയുന്നുണ്ട്, നീ വരച്ച ഡിസൈൻ ജുവലറിയായി വന്നിട്ടുണ്ടെന്ന്. ആണോ, എന്തി എന്നിട്ട് കാണട്ടെ എന്ന് പറയുമ്പോഴത്തേന് ആദർശ് ആ മാല എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നയനയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നയന ചോദിക്കും, എല്ലാവരെയും കാണിച്ചോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. ഞാൻ വേറെ ആരെയും കാണിച്ചില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഞാൻ നേരത്തെയും ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ഇതുപോലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അന്ന് നിന്നോടും എനിക്ക് എതിർപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ നിൻ്റെ ഡിസൈനോടും എനിക്ക് താല്പര്യമില്ലായിരുന്നെന്ന് പറയും. അതുകൊണ്ടാണ് പറയാതിരുന്നെന്ന് പറയും. എന്തായാലും ഇന്ന് ഇപ്പോൾ എനിക്ക് നിന്നെയും ഇഷ്ടമാണ്, നിൻ്റെ ഡിസൈനും ഇഷ്ടമാണെന്ന് പറയും. എന്നാൽ ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ സ്റ്റാഫിനെ എല്ലാം ഒന്ന് കാണിക്കട്ടെ, നീ ഇവിടെ വരാൻ പറയും. വേണ്ട, ഞാൻ വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ വെച്ച് അഭിപ്രായം പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ പോയാൽ മതി എന്ന് പറയും. ആദർശ് മാലയായിട്ട് സ്റ്റാഫിൻ്റെ എല്ലാം അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവി അവിടെ നിന്ന് ഭയങ്കര നിർദ്ദേശങ്ങളൊക്കെ നടത്തി പവിത്രയുടെ അടുത്ത് നിൽപ്പുണ്ട്. അന്നേരം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആദർശ് ആ മാല എടുത്ത് കാണിക്കും. അത് കാണുമ്പോഴത്തേന് ശരിക്കും അബിയുടെ കണ്ണ് തള്ളുന്നുണ്ട്. അന്നേരം പവിത്ര പറയും, വളരെ നന്നായിട്ടുണ്ട് സാർ, ഇത് എത്ര പവനാ എന്ന് ചോദിക്കാൻ പറയും, 10 പവനാന്ന്. കണ്ടാൽ 20 പവൻ്റെ പുലിമയുണ്ട്, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയും. ആ സ്റ്റാഫ് ആയിട്ടുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്യണം, ഓൺലൈൻ വഴിയൊക്കെ പരസ്യം കൊടുക്കണമെന്നൊക്കെ പറയും. അത് ഇനി നയന ഡിസൈൻ ചെയ്യുന്ന എല്ലാ ആഭരണങ്ങളും നയന കളക്ഷൻസ് ഉള്ള പേരിൽ ഞാനിനി ബ്രാൻഡ് ചെയ്യാൻ പോവുകയാണ്, ഇനിയും ഡിസൈൻ ചെയ്ത ആളും അങ്ങ് ഫേമസ് ആകട്ടെ എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും ആഫിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇത് നമുക്ക് ഇന്ന് തന്നെ ജുവലറി പ്രസൻറ്റ് ചെയ്യണമെന്ന് ആദർശ് പറയും. അന്നേരം ആഫി മനസ്സിൽ പറയുന്നുണ്ട്, ഇതെന്തായാലും ജുവലറി വരെ എത്തത്തില്ല, ഞാൻ എത്തിക്കാൻ സമ്മതിക്കത്തില്ലെന്ന്. ആദർശ് നയനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, നിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അത് നമുക്ക് ഇന്ന് തന്നെ ജുവലറി പോയി പ്രസൻറ്റ് ചെയ്യണം, നീയും വരണം, നന്നായി ഒരുങ്ങിയൊക്കെ വരണമെന്ന് പറയും. അതെന്തിനാണ് ഞാൻ ഒരുങ്ങി വരുന്നത്, ആദർശേട്ടൻ ഇത് കാണിച്ചാൽ പോരെ, ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതേ ഉണ്ട്, നീയാണ് ഇത് വരച്ചത്, അപ്പം ഡിസൈനറേയും പരിചയപ്പെടുത്തണം, അതുകൊണ്ട് നീ നന്നായി ഒരുങ്ങിയൊക്കെ വരണം കേട്ടോ എന്ന് പറയും. നിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയും. ഞാൻ നേരത്തെ ഇതുപോലൊക്കെ ഡിസൈനൊക്കെ വരച്ച സമയത്തൊക്കെ എന്നെ ഇതുപോലൊന്നും അഭിനന്ദിച്ചിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ആദർശ് അങ്ങ് ഒഴിവാകും. എന്നിട്ട് പറയും, എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പോയി പുറത്ത് ഫുഡ് കഴിക്കാമായിരുന്നു, നിനക്കൊരു ട്രീറ്റ് തരേണ്ട ദിവസമായിരുന്നു എന്ന് പറയും. എന്തായാലും ഇന്നത്തെ ഫുഡ് വളരെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നയന പറയുന്നുണ്ട്. നേരത്തെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചു എന്ന് വരുത്തത്തേ ഉള്ളായിരുന്നു, ഇപ്പോഴാണ് ഞാനിതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയെന്ന് പറയും. അത് അമ്മ വെച്ച് തന്നു വിട്ടുകൊണ്ടായിരിക്കും, നേരത്തെയൊക്കെ ഞാനല്ലായിരുന്നോ ഫുഡ് ഉണ്ടാക്കി തന്നു വിടുന്നത്, അതുകൊണ്ടായിരിക്കും കഴിക്കാതിരുന്നെന്ന് പറയും. അതൊന്നുമല്ല, ഞാൻ നേരത്തെയും ആഹാരം അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു, അമ്മയുടെ ടേസ്റ്റൊന്നും എനിക്കങ്ങനെ മനസ്സിലില്ല. കാരണം ഞാൻ ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ വീട്ടിൽ ഒരുപാട് വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു, മുത്തശ്ശിയാണ് വല്ലതൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കിയിരുന്നത്, അതുകൊണ്ട് മുത്തശ്ശിയുടെ കൈപുണ്യത്തിൻ്റെ ആ രുചിയാണ് എൻ്റെ വായിലുള്ളതെന്ന് പറയും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അമ്മമാരുണ്ടാക്കുന്ന ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ എന്ന് നയനയും പറയുന്നുണ്ട്. പിന്നീട് ഇവർ പരസ്പരം ആഹാരം വാരിക്കൊടുക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും ആഹാരം കഴിച്ചതിന് ശേഷം ഉറങ്ങുകയാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് CCTV ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. എന്താ CCTV കേടാണോ എന്നൊക്കെ ചോദിച്ച് ഇവർ വീണ്ടും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി ആദർശിൻ്റെ മുറിയിൽ കയറി ആ ഓർണമെൻറ്റ്സ് എടുക്കും. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇന്നുകൊണ്ട് ആ നയനയുടെ എല്ലാ അഹങ്കാരങ്ങളും തീർക്കും, അവൾ വലിയ ചീഫ് ഡിസൈനറായിട്ട് ഇവിടെ വന്നിരുന്ന് എന്നെ തരം താഴ്ത്തിയിരിക്കുന്നു, ഇതിൻ്റെ എല്ലാം പകരം ഇന്ന് ഞാൻ വീട്ടുന്നുണ്ട്, ഈ ഓർണമെൻറ്റ്സ് ഇന്ന് ജുവലറി ചെല്ലുമ്പോഴത്തേന് കാണിക്കാനായിട്ട് കാണത്തില്ല, അവളുടെ എല്ലാ അഹങ്കാരവും ഇന്ന് ഞാൻ തീർക്കും എന്നൊക്കെ പറയുന്ന സമയത്താണ് ജലജ അഭിയെ വിളിക്കുന്നത്. എങ്ങനെ ആയടാ, എന്തായി, നീ അത് എടുത്തോ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് അഭി പറയും, അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു, ആ മാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇനി അതെങ്ങനെയും അവളുടെ ബാഗിൽ ഒരു പിഴവും സംഭവിക്കരുത്, അവളെ ആദർശ് ശരിക്കും സംശയിക്കുകയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും വേണം, അതുതന്നെയല്ല അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന അവളുടെ അമ്മായിമ്മയ്ക്ക് വരെ അവളെ സംശയമാകണം എന്നുള്ള രീതിയിലാണ് ജലജ സംസാരിക്കുന്നത്. ഈ സമയത്ത് ദേവയാനി വാതിൽക്കൽ വന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ജുവലറിയിലേക്ക് പോകണമെന്ന് നയനയോട് ആദർശ് പറയുന്നുണ്ട്. ഇനി നീ നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ, ഇതുപോലെ എങ്ങനെയാണ് ഈ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കും. ഞാൻ സന്തോഷവതിയാണല്ലോ, അപ്പം പിന്നെ എനിക്ക് ഒരു വാശിയൊക്കെ ഉണ്ടാകുമല്ലോ ഇങ്ങനെ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ, അതുകൊണ്ട് വരയ്ക്കുന്നതാണെന്ന് പറയും. എന്തായാലും നല്ല ഡിസൈനാണ് എല്ലാം എന്ന് പറഞ്ഞ് എല്ലാ ഡിസൈനും എടുത്ത് ആദർശ് നോക്കുന്നുണ്ട്. ഞാൻ ഇന്നാൾ വരച്ചപ്പോൾ ഒന്നും ഇതുപോലൊന്നും കണ്ടില്ലല്ലോ എന്ന് വീണ്ടും നയന
പറയുന്നുണ്ട്. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇതൊന്നും മറന്നിട്ടില്ല എന്ന് പറയും. നീ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്കൊക്കെ പറയുമ്പോൾ വിഷമിപ്പിക്കുമ്പോൾ ഒക്കെ അതൊക്കെ അങ്ങ് മറക്കാം, പക്ഷേ അനുഭവിച്ചവർക്ക് അങ്ങനെ മറക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നയനെ അങ്ങ് ചിരിക്കും. അന്നേരം ആദർശ് ചോദിക്കും, നീ ഇതൊക്കെ മറക്കണമെന്നൊക്കെ പറയും. അത് അല്ലെങ്കിലും ഞാനൊക്കെ മറന്നു. ആദർശേട്ടൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാറേ ഇല്ലെന്ന് നയന പറയും. ഈ സമയത്ത് അഭി ആ മാലയുള്ള ബോക്സ് കൊണ്ടുവന്ന് നയനയുടെ ബാഗിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട്, ഇന്ന് ജുവലറി ചെല്ലുമ്പോഴത്തേന് ആദർശ് ആ മാല എടുക്കാനായിട്ട് ബാഗിൽ തപ്പും. ആ സമയത്ത് ഈ മാല കിട്ടാതിരിക്കുമ്പോൾ അവനാകെ പരിഭ്രാന്തിയാകുമല്ലോ. എന്നിട്ട് എല്ലായിടത്തും തപ്പി വരുമ്പോഴത്തേന് ഈ മാല മോഷ്ടിച്ചത് സ്വന്തം ഭാര്യ തന്നെയാണെന്ന് അറിയുമ്പോഴത്തേന് അവൻ്റെ ഭാര്യയോടുള്ള എല്ലാ ഇൻട്രസ്റ്റും പൊക്കോളും. അതുകൊണ്ട് ഇവളും പുറത്താകുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലോർത്ത് സന്തോഷിച്ചാണ് അഭി ഇറങ്ങിപ്പോകുന്നത്. ജുവലറിയിൽ മാല ഡിസ്പ്ലേ ചെയ്യാൻ പോകുമ്പോഴത്തേന് ആദർശ് നയനയുടെയും കൂട്ടത്തിൽ അഭിയും പോകുന്നുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടറിയാൻ വേണ്ടി പോകുന്നതാണ്. ജുവലറി ചെന്ന് കഴിയുമ്പോഴത്തേന് ആദർശ് ബാഗ് തുറന്ന് അതിനകത്തുനിന്ന് ആ മാലയുള്ള സെറ്റ് എടുത്ത് വെളിയിൽ വെക്കുന്നുണ്ട്. അന്നേരം അഭി ശരിക്കും ഞെട്ടും. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റി അവളുടെ ബാഗ് വെച്ചതാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്? എന്ത് മറിമായമാണ് ഇവിടെ സംഭവിച്ചത്? എങ്ങനെ ഇത് തിരിച്ചിവിടെ വന്നു എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അന്നേരം ആദർശ് ആ മാല എടുത്തിട്ട് ആ ജുവലറിയിലുള്ളവരെല്ലാം കാണിക്കുമ്പോൾ എല്ലാവരും പറയും, നല്ല ഡിസൈനാണ്, നമുക്കിത് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ. അത് കൊള്ളാവല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയും, എന്തായാലും ഈ ഡിസൈൻ ചെയ്ത ആളെ തന്നെ ഇത് ഇടിയിച്ച് നോക്കാമെന്ന് പറഞ്ഞ് അത് നയനയുടെ കഴുത്തേലിട്ട് കൊടുക്കുകയാണ് ആദർശ്. എന്നിട്ട് ഫോട്ടോഗ്രാഫറെ വിളിക്ക്, ഡിസൈൻ ചെയ്ത ആൾ തന്നെ മോഡൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നയനയുടെ കഴുത്തേൽ ഇത് വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും, മാഡം ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്, മാഡത്തിന് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. പക്ഷേ അഭി മാത്രം ഇങ്ങനെ കൈയിൽ നിന്നെല്ലാം പോയല്ലോ എന്നോർത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നയന ആ മാല ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ആദർശ് ദേവയാനിക്ക് അയച്ചു കൊടുത്താണോ എന്നറിയത്തില്ല. എന്തായാലും ദേവയാനി ഫോണിൽ ആ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം ദേവയാനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. എൻ്റെ മോൾക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്, മോളുടെ ദേഹത്ത് കിടക്കുമ്പോഴത്തേന് ഒരു ഫിലിം സ്റ്റാറിൻ്റെ ദേഹത്ത് കിടക്കുന്നതിനെക്കാട്ടിൽ ഭംഗി തോന്നുന്നുണ്ട്. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മരുമോള് തന്നെയാണ് മോള്. ഇവളല്ലായിരുന്നു വേറെ ആര് വന്നിരുന്നെങ്കിലും ഇത്രയും ശരിയാകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ്. നയനെ കളിയാക്കാനുള്ള എല്ലാ ചാൻസും കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ജലജ. എന്നിട്ട് അനാമിയോട് എന്ന് പറയുന്നുണ്ട്, ഇന്നുകൊണ്ട് അവളുമാരുടെ എല്ലാ കുഴപ്പങ്ങളും തീർന്നോളും, ഇന്ന് അവളും അവളുടെ ചേച്ചിയും ഇവിടുന്ന് പടിയായിട്ട് ഇറങ്ങിപ്പൊക്കോളും, നയനയ്ക്കുള്ള പണി അഭി അവിടെ ജുവലറി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമിയെ പറയും, എന്ത് വേണമെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം, അവളുമാരെ ഒന്ന് ഈ വീട്ടിൽ നിന്ന് ഇറക്കി തന്നാൽ മാത്രം മതിയെന്ന്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനി പറയും, നിങ്ങളെപ്പോലെ തന്നെ നയനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ളവളാണ് ഞാൻ, പക്ഷേ അവളുടെ കഴിവുകളെ നമ്മൾ മാനിക്കണമല്ലോ, അവൾ നല്ല കഴിവുള്ളവളാന്ന് പറയും. എന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അതല്ല, ഈ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ജുവലറിയൊക്കെ സെലക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിക്കും. അത് വേറെ ആരുമല്ല, ഏട്ടത്തി തന്നെയല്ലേ. ജുവലറി ആയാലും ഡ്രസ്സാണേലും ഏട്ടത്തി എടുക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടില്ല, അതുപോലെ സെലക്ഷൻ ഏട്ടത്തിക്ക് അറിയാമെന്ന് പറയും. പക്ഷേ ഇപ്പം ആ സ്ഥാനമൊക്കെ അവൾ ഏറ്റെടുത്തില്ലേ നയനേന്ന് ചോദിക്കും. അത് ശരിയാ, എന്നേക്കാൾ നല്ലതായിട്ട് സെലക്ട് ചെയ്യാൻ അവൾക്കറിയാം, അവൾക്ക് അതുപോലെ നല്ല ഡിസൈൻ വരയ്ക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഇത് കണ്ടില്ലേ എന്ന് ചോദിക്കും. എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോഴത്തേന് ദേവയാനി ഉടനെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, അവൾ ഇന്ന് വരച്ച ഡിസൈൻ അനുസരിച്ചുള്ള ജുവലറി വന്നതാ എന്ന് പറയും. അത് കാണുമ്പോഴത്തേന് ജലജയ്ക്കും അനാമികയ്ക്കും ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. രണ്ടുപേർക്കും ദേഷ്യവും ഉണ്ട്, സങ്കടവും ഉണ്ട്. അതിങ്ങനെയുള്ള മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.